ഹലോ വെൽക്കം ബാക്ക്. ഇങ്ങനെ വൈകുന്നേരമായപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. വിശന്നിട്ടാണെങ്കിൽ വയ്യ, എന്നാൽ പിന്നെ എന്തെങ്കിലും പോയി ഉണ്ടാക്കാൻ കരുതി. അങ്ങനെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഗ്രീൻ പീസ് ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാൻ കരുതി. സാധാരണ ഗ്രീൻ പീസൊക്കെ വെള്ളത്തിലിടുക, ഇന്നൊക്കെ ആണെങ്കിൽ ഇന്നലെ വെള്ളത്തിലിട്ടു കേട്ടോ. ഇതിപ്പോൾ നേരത്തെ ആയതുകൊണ്ട് നമ്മളൊരു കാസറോൾ ഇങ്ങെടുത്തു. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഗ്രീൻ പീസ് ഇട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് അടച്ചങ്ങ് വെക്കുക 1 മണിക്കൂർ. അതടച്ചങ്ങ് മാറ്റി വെച്ചു. ഇനി നമുക്ക് വേറെ പരിപാടി ഉണ്ട് കേട്ടോ. ഇത് മാത്രം പോരാ. ഒരു സവാളയും പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇത് കൂടുതലുള്ള കാരണമാണ് വളർന്നെടുത്തത് കേട്ടോ. എനിക്ക് 2 എടുക്കാം. എന്നിട്ട് അത് നമ്മൾ സാധാരണ അരിയുന്ന ഓലമായിരുന്നു ഇഷ്ടമുള്ള പോലെ കണ്ട അരിയ. പച്ചമുളകും അവിടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് റൗണ്ടാക്കി അരിയുന്നേ ഉള്ളൂ. പൊളിച്ചിട്ടുണ്ടെങ്കിൽ പൊളിച്ച് നടു കീറിയിട്ടിടാം കേട്ടോ. പിന്നെ ഒരു കാര്യം, പിന്നെ ഏകദേശം നമ്മുടെ ഗ്രീൻ പീസ് ഉണ്ട്. പിന്നെ വേണ്ടത് ഇൻഫർമേഷൻ 2 മുട്ടയാണ് കുറച്ച് വേവിക്കാൻ വേണ്ടി വെക്കുക. അതിപ്പോൾ ഞാൻ 5-6 വിസിലൊക്കെ വരെ വെച്ചിട്ടുണ്ട്. അതായിട്ടുണ്ട്. ഇനി അടുത്തത് വീണ്ടും നമ്മൾ തീ കത്തിക്കുന്നത് ചിഞ്ചിട്ടിയാണ് കേട്ടോ ഞാൻ വയ്ക്കുന്നത്. അതിലേക്ക് ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ വെച്ച് സവാള ഇടുക. അതൊന്നിങ്ങനെ കുഴഞ്ഞിങ്ങനെ വരും. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ആ കുഴഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്ക് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ കളറ് ഏകദേശമൊക്കെ കുറേശ്ശൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. സിമ്മാക്കി വെക്കാം കേട്ടോ. എന്നിട്ട് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഇടാം. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ കാശ്മീരിയാണ് ഇട്ടിരുന്നത്. പിന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ട്. അതൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്നിങ്ങനെ മൂത്ത് ആ മസാലയൊക്കെ ഒന്ന് വേവുമ്പോഴുള്ളൊരു മണമൊക്കെ വരുമ്പോൾ നമുക്ക് സിമ്മാക്കി വയ്ക്കാം. പിന്നെ അതിലേക്ക് 2 മുട്ട നമ്മൾ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ചിക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഗ്രീൻ പീസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം വിട്ടുപോയി. ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ഞാൻ എനിക്ക് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിട്ടുപോയതാണ് കേട്ടോ. എന്നിട്ട് ഏകദേശം ഗ്രീൻ പീസിന് വേവാനുള്ള കുറച്ച് സമയമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിലേക്ക് പിന്നെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് പുതിനയിലയോ പുതിനയല്ല മല്ലിച്ചപ്പോ അല്ലെങ്കിൽ വേപ്പിൻ്റെ ഇലയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയോ പാൽ ചായയുടെ കൂടെയോ ഇത് കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ.